ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ടെൻ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അടുത്തതായിട്ട് 9 ഓഫ് സോർഡ്സ്, ദ ഹൈ പ്രീസ്റ്റസ്, ദ ചാരിയറ്റ്, 10 ഓഫ് പെന്റക്കിൾസ്, Ten of Wands, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ്. ഏസ് ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾക്കൊരു സാമ്പത്തികത്തിന്റെ തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികത്തിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, എന്തെങ്കിലും ആർക്കെങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ. അല്ലെങ്കിൽ സാമ്പത്തികം ധാരാളമായി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ്. നല്ലൊരു ദൈവാനുഗ്രഹമുള്ള ഒരു എനർജിയാണിത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇന്നത്തെ ദിവസം ഇത് ലഭിക്കും. എങ്ങനെയെങ്കിലും, ചിലപ്പോൾ കിട്ടാതിരുന്ന സാമ്പത്തികമാകാം, അതുമല്ലെങ്കിൽ പുതിയൊരു തുടക്കം വരാം, സാമ്പത്തികത്തിലേക്ക് ഒരു പുതിയ തുടക്കം വരാം. അങ്ങനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഏസ് അല്ലേ ഇവിടെ, കണ്ടില്ലേ, സൂര്യപ്രകാശമാണ് ഇവിടെ, സൺ എനർജിയാണ്. ഒരു പുതിയ തുടക്കത്തിലേക്ക് പോവുകയാണ്. അതായത് സമ്പത്തിൻ്റെതായ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ പേജ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഇന്ന് ജോലി ലഭിക്കുന്ന എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ സാമ്പത്തികം വെച്ച് നീട്ടുകയാണ്, ജോലി വെച്ച് നീട്ടുന്നു. ജോലിക്ക് ഇന്ന് ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ജോലിക്ക് ഓഫർ വരാം, ഒരു ഓഫർ ലെറ്റർ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനുള്ള ഇന്റർവ്യൂ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം. എവിടെങ്കിലും നിങ്ങൾ അതിനായിട്ട് പങ്കെടുക്കാൻ പോകുന്നുണ്ടാവാം ഇന്നത്തെ ദിവസം. അല്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാം, അല്ലെങ്കിൽ ജോലി മാറിക്കിട്ടാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് മാറിക്കിട്ടാനുള്ള സാധ്യത ഒക്കെയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ജോലിക്കായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന എനർജിയും ആവാം. എന്തായാലും ശരി, ഇവിടെ അതിൻ്റെ തന്നെ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സാമ്പത്തികം മുന്നോട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് 10 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചക്രാസ് എല്ലാം ബ്ലോക്കാണ്. കണ്ടില്ലേ, ചക്രാസ് എല്ലാം ബ്ലോക്കാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് എന്തോ ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടാവുക, അതുമല്ല എങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് നിങ്ങൾക്ക് എന്തോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി നല്ലതുപോലെ വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. ഒന്നുകിൽ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഒട്ടും സമാധാനം, സന്തോഷം ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാത്ത ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഇതെല്ലാം വന്നു ചേരാം. എന്താണ്, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഒരുപാട് മനപ്രയാസം. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനർജി. അങ്ങ് തറ പറ്റിയിരിക്കുകയാണ്, ദുഃഖം കൊണ്ട് തറ പറ്റിപ്പോയിരിക്കുന്നു. ഒന്നുകിൽ ആരെങ്കിലും നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ചീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ട് നിങ്ങളെ ഒന്ന് താഴ്ത്തിക്കെട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞ് കേസ് കൊടുക്കാം, ഒരുപാട് അപമാനിച്ച് നിങ്ങളെ കുറ്റക്കാരനാക്കി മാറ്റാം. എന്തായാലും ശരി, നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെയും ഉറക്കമില്ല, ദുസ്വപ്നം കാണുകയാണ്. കണ്ടില്ലേ, ഇവിടെയും ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട്.
എന്തുകൊണ്ട് ദുസ്വപ്നങ്ങൾ കാണുന്നത് ശരിയായ രീതിയിൽ ഉറക്കം വരുന്നില്ല? എന്തുകൊണ്ട്? അനാവശ്യകരമായ ചിന്തകളെ മനസ്സിൽ നിറച്ചിട്ടുണ്ട്. അത് വരുമോ എന്നുള്ള പേടി, അത് എന്നിലേക്ക് വരുമോ, എന്തോ ചില കാര്യങ്ങൾ, പേടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ചിലപ്പോൾ അത് എന്നിലേക്ക് വന്നു ചേരുമോ എന്നൊക്കെയുള്ള പേടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ദുസ്വപ്നങ്ങൾ കാണുന്നു, ഉറക്കം ശരിക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ നല്ലതുപോലെ സ്നേഹിച്ച വ്യക്തികൾ വിട്ടുപോയിട്ടുണ്ടാവാം. അവിടെ നിന്ന് ചിലപ്പോൾ ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവാം ജീവിതത്തിൽ. വേണ്ടില്ല, നല്ലതുപോലെ സ്നേഹിച്ച വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ സാമ്പത്തികം മേടിച്ചുകൊണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം തരാതെ ഇരുന്നിട്ടുണ്ടാവും, വാങ്ങിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കുന്ന എനർജി ആവാം. അങ്ങനെയാണല്ലോ ചിലരൊക്കെ. അപ്പൊ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തലവേദനയാവാം, മറ്റെന്തെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ വല്ലാത്ത ബുദ്ധിമുട്ടുന്നു, വല്ലാത്ത മനപ്രയാസത്തിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. മാനസികമായി ഒരുപാട് സംഘർഷം, സമ്മർദ്ദം ഒക്കെ അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ രണ്ടിലും വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ല, ഇവിടെ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടും. ഇത് നിങ്ങളുടെ കർമ്മയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കർമ്മ, ഒരു പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതിന്റെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം ഇതാണ്. യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചാൽ ഈ സമയത്താണ് നീ ഇനി അതിന്റെ ഫലം അനുഭവിക്കേണ്ടത്. അതിന്റെ ഫലം നിങ്ങൾ ഈ സമയത്ത് അനുഭവിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ കർമ്മ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നുമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരും. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഹൈപ്രിസ്റ്റസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്നും, കാരണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കും, അല്ലാതെ ഇവിടെ എന്നും നിങ്ങൾ കിടക്കുകയില്ല. നിങ്ങളെ തറ പറ്റിക്കാൻ ശ്രമിച്ചവരുടെ വിചാരം എന്താണ്? ആ വ്യക്തി എന്നും അവൻ ഇങ്ങനെ തന്നെ കിടക്കും, അല്ലെ അവൾ ഇങ്ങനെ തന്നെ അനുഭവിച്ചോളും. പക്ഷെ ഇല്ല, യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരണമെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉയർന്നു തന്നെ വരും. മനസ്സിലായോ? നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ യൂണിവേഴ്സ് തന്നെ തരും. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ആവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് കണക്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവും, ഉൾക്കാഴ്ച ലഭിക്കും. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഹൈപ്രിസ്റ്റസ് എനർജി. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ അകംകണ്ണ് തുറക്കാൻ സമയമായിരിക്കുന്നു. അകത്തെ കണ്ണ് തുറക്കുമ്പോഴാണല്ലോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നത്, അല്ലെ പുറത്തുള്ള കണ്ണിലൂടെ കാണുന്നതല്ല ലോകം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ എല്ലായ്പ്പോഴും വിചാരിക്കും പുറത്തെ കണ്ണുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, അതൊക്കെ തന്നെയാണ് ഈ ലോകം. പലരുടെയും വിചാരം അങ്ങനെയാണ്. പക്ഷെ ബുദ്ധിയുള്ള ചില വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അകത്തുകൂടി ഒരു കണ്ണുണ്ട്. ആ കണ്ണിനെ തുറപ്പിക്കണം. അത് തുറക്കുമ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത്. അവിടെയാണ് ജീവിതത്തിന്റെ സക്സസ് മുന്നോട്ട് വരുന്നത്, അഭിവൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഇവിടെ ഇത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളത് ഇവിടെ മനസ്സിലായി കഴിഞ്ഞു. മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പലർക്കും. അതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് ചാരിയട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദുഃഖമായാലും സുഖമായാലും അതിനെ സമചിത്തതയോടെ നേരിടാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഒരു കഴിവ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ട് വ്യക്തികളെ, ഇരുളിനെയും വെളിച്ചത്തെയും ഒരേപോലെ കണ്ടു മുന്നോട്ട് പോകാനുള്ള കഴിവ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു വ്യക്തിയും പോസിറ്റീവായ ഒരു വ്യക്തിയും ഒരേപോലെ മാനേജ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലൈസൻസ് പോലും ഇല്ലാതെ ഒരു വാഹനം ശരിയായ രീതിയിൽ ഓടിക്കാൻ നിങ്ങൾക്ക് വിൽ പവർ കിട്ടുന്നത്, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. പലതിനോടും ക്ഷമിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. പല കാര്യങ്ങളും ആവശ്യമില്ലാത്തത് കാണാതിരിക്കാനും ആവശ്യമുള്ളത് കാണാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് അതിവേഗത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു. ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നല്ലതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് നല്ലപോലെ ദൈവാനുഗ്രഹം വന്നിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ്. ചാരിയട്ടിന്റെ എനർജി നല്ലതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉയരത്തിലിരിക്കാൻ സാധിക്കുന്നു. പുതിയ ജോലിയിലേക്ക്, പുതിയ വാഹനം വാങ്ങിക്കാൻ, പുതിയ വീട്, പല കാര്യങ്ങൾ, നിങ്ങളോട് പിണങ്ങിപ്പോയവർ തിരിച്ചു വരാനുള്ള ആ ഒരു എനർജി, അതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുതരുന്ന കാര്യങ്ങളാണ്. നിങ്ങളെ ഹാപ്പിനെസ്സിലേക്കും വിക്ടറിയിലേക്കും
തള്ളിവിടുന്നു യൂണിവേഴ്സ്. മനസ്സിലായി? നിങ്ങൾക്ക് അതിന് പോകാൻ സാധിക്കുന്നു. ഇവിടെയോ 10 ഓഫ് പെന്റക്കിൾസ് കണ്ടില്ല, ഇവിടെ നിറഞ്ഞ സാമ്പത്തികം വരുന്നുണ്ട്. നിറഞ്ഞ സാമ്പത്തികമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് ആഗ്രഹ സഫലീകരണം നടക്കുന്നുണ്ട് ഇവിടെ. സമ്പത്തിൻ്റെതായ നിറഞ്ഞ ഒരു എനർജി ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേർ നിങ്ങളോടൊപ്പം കൂടിച്ചേരാൻ വരും. പണ്ട് വിട്ടുപോയവരൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് കൂടിച്ചേരാൻ വരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ നിറയെ സമ്പത്തിന്റെ എനർജിയാണ് ഇവിടെ ഉള്ളത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ വരുന്ന വഴിയാണ്, കണ്ടില്ലേ, ഹൈ പ്രീസ്റ്റസിന്റെ എനർജി, അത് കഴിഞ്ഞ് ചാരിയട്ട്, പിന്നെ 10 ഓഫ് പെന്റക്കിൾസ്. ജീവിതത്തിൽ ഒരു ഉയർച്ച വരണമെങ്കിൽ നിങ്ങളൊരു നെഗറ്റീവ് ഇമോഷൻസിനെ, നെഗറ്റീവ് തോട്ട്സിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക, എന്നെ കൊണ്ട് ഇതിന് കഴിയും, ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. മനസ്സിലായോ? അല്ലാതെ എനിക്കിത് ഒരുപാട് കടമാണ്, എനിക്ക് ഇതൊന്നും വീട്ടാൻ പറ്റില്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനിത് അനുഭവിക്കണം എന്നൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല. ചിലരൊക്കെ പറയുന്നതാണ്, ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല. ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കാനും പാടില്ല, പറയാനും പാടില്ല. എത്രമാത്രം നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ് നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരില്ല. മനസ്സിലായോ? നിങ്ങൾ മുന്നോട്ട് വരേണ്ടവരാണ്. ഇതുപോലെ സമ്പന്നതയിലേക്ക് വരേണ്ടവരാണ്, ഇതുപോലെ വിജയത്തിലേക്ക് വരേണ്ടവരാണ്, ഇതുപോലെ എന്താണ് ഡിവൈനുമായിട്ട് കണക്റ്റായി മുന്നോട്ട് വരേണ്ടവരാണ്. പിന്നീട് വന്നിരിക്കുന്ന 10 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നു, നിങ്ങൾക്ക് പ്രത്യാശയുടേതായ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഭാരം വഹിച്ചിരുന്നു, പക്ഷെ അതെല്ലാം ഇവിടെ കഴിഞ്ഞു, താഴെ വെച്ച് കഴിഞ്ഞു, അതെല്ലാം തീർത്ത് കഴിയാൻ പോകുന്നു, അല്ല തീർക്കാൻ പോകുന്നു, തീരാറായിട്ടുണ്ട്. ആ ഭാരം ഇവിടെ നിങ്ങൾക്ക് തീരാറായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്കാണ് പോകാൻ കഴിയുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെയും 10ന്റെ എനർജി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് 10ന്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെയും നിങ്ങൾ 10 കാണുന്നവരായിരിക്കും. ഇവിടെയും കണ്ടില്ലേ 10 ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ 111 1010 ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്. മനസ്സിലായി? അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എല്ലായ്പ്പോഴും എനിക്കിങ്ങനെയാണ് ഇന്ന് ഒരു ദിവസം നമുക്ക് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ ഒരു മണിക്കൂർ ചിലപ്പോൾ വിഷമം ഉണ്ടാകാം. എന്നിട്ട് വിചാരിക്കണം, ആ ഒരു മണിക്കൂർ പോട്ടെ, ബാക്കിയുള്ള സമയം എനിക്ക് സന്തോഷിക്കാനുള്ളതാണ്, ഇതങ്ങ് പൊയ്ക്കോട്ടെ, ഇതിനെ പാടേ ഞാൻ മറന്നിരിക്കുന്നു. അങ്ങനെ വേണം കരുതാൻ. മനസ്സിലായി? ഒത്തിരി അമിതമായ ദുഃഖത്തിലിരിക്കുമ്പോൾ എന്താണ്, അതിനെ ലെറ്റ് ഗോ ചെയ്യുക. എപ്പോഴും ആ ഒരു എനർജിയിൽ ഇരിക്കാൻ പാടില്ല. നമുക്കിവിടെ ഇനി ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. ബി ദ ലൈറ്റ്. കണ്ടില്ലേ, നിങ്ങൾ മറ്റുള്ളവർക്ക് ലൈറ്റ് ആവേണ്ടവരാണ്, മറ്റുള്ളവർക്ക് പ്രകാശം പരത്തേണ്ടവരാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ വെളിച്ചമാണ്, നിങ്ങൾ വെളിച്ചമാകണം. കണ്ട, എത്ര നല്ല ഐഡിയ ആണ്, എത്ര നല്ല മെസ്സേജാണിത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ, ഇങ്ങനെ മറ്റുള്ളവർക്ക് വെളിച്ചമാകേണ്ട ഒരു വ്യക്തി എല്ലായ്പ്പോഴും തളർന്നിരിക്കുകയാണോ ചെയ്യേണ്ടത്? അവരെ നല്ല വഴിയിലേക്ക് നയിക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും കാര്യങ്ങളിൽ സഹായിക്കുക. അപ്പൊ നമ്മൾ അതിനായിട്ടുള്ള പ്ലാനുകളൊക്കെ തയ്യാറെടുത്ത് അതിനായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് വരണം. നമ്മുടെ ആൻസസ്റ്റേഴ്സ് പറയുന്നത് ഇത് തന്നെയാണ്. കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്നത് ഈഗിളാണ്. സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ്. ഇവിടെ നമുക്ക് ബിയോണ്ട് ദ കറന്റ് സിറ്റുവേഷൻ. സ്നേക്ക് ഷെഡ് ഓൾഡ് സ്കിൻ. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. സ്നേക്ക് പലപ്പോഴും ചെയ്യാറുള്ളത് എന്താണ്, സ്കിൻ ഓൾഡ് ആയി കഴിഞ്ഞാൽ, അതിൻ്റെ സ്കിന്നിന് പ്രായമായി കഴിഞ്ഞാൽ അത് പൊളിച്ചു കളയും. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വിചാരം എന്താണ്, ഇത് പഴയതായി, എനിക്കിനി ഇത് വേണ്ട. അപ്പോൾ അതിന് നെഗറ്റീവ് എനർജിയാണ്, അതിനത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് കളയണം. നിങ്ങളും അതുപോലെ തന്നെ രൂപം മാറി വരിക, നിങ്ങളുടെ രൂപത്തിനും ഒരു മാറ്റം കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് എനർജിയെ കളയണം. ഇവിടെ പാമ്പുകൾ പടം പൊഴിച്ച് പുതിയ ഉന്മേഷം കൈക്കൊണ്ട് മുന്നോട്ട് വരും, പുതിയൊരു ജീവൻ വെച്ച് വരികയാണ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ കളഞ്ഞ് നിങ്ങൾ നല്ലതുപോലെ മുന്നോട്ട് ഉന്മേഷത്തോടു കൂടി വരാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ നമുക്ക് ലൈറ്റ് ആവാൻ ശ്രമിക്കും എന്നല്ലേ പറയുന്നത്. നിങ്ങൾ വെളിച്ചമാകണം, മറ്റുള്ളവരുടെ വെളിച്ചമാകണം നിങ്ങൾ. മനസ്സിലായോ? ഇവിടെ ഈഗിളാണ്, സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഈഗിള്, നമ്മൾ പറഞ്ഞതുപോലെ ഈഗിളൊക്കെ എങ്ങനെയാണ്, എത്രയോ ദൂരത്ത് നിന്നാണ് അതിന്റെ ഇരയെ അത് കൊത്തിയെടുക്കുന്നത്. എത്രയോ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണത്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഉയരത്തിൽ പറക്കാൻ സാധിക്കണം. നിങ്ങൾ നല്ലതുപോലെ ഉയരത്തിലേക്ക് വരേണ്ടവരാണ്. എത്ര ദൂരെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ അത്രമാത്രം മെച്ചപ്പെടുത്തിയെടുക്കണം. നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റ് ആവശ്യമുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ വേണ്ടത്. നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അതുപോലെ അവിടെ സിൻസിയറിറ്റി കൊണ്ടുവരണം, ആത്മാർത്ഥത കൊണ്ടുവരണം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം ചേർക്കേണ്ട 2 കാര്യങ്ങളാണ് സ്നേഹം, ആത്മാർത്ഥത, കോൺസെൻട്രേഷൻ. ഇത് എത്രയും കാര്യങ്ങൾ അതിനോടൊപ്പം ചേർക്കണം. എന്നാലേ അത് എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടത്തുള്ളൂ. ആ ഒരു കാര്യത്തോട് സിൻസിയറായിട്ട് പെരുമാറാൻ പഠിക്കണം. സിൻസിയറിറ്റി ഇല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് വിജയം വരുന്നത്? എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എഴുതി വെക്കണം, അവിടെ അതിനോടൊരു സിൻസിയറിറ്റി ഇല്ല എങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? അതിനോടൊരു ശ്രദ്ധയില്ലാതെ എഴുതാൻ പറ്റുമോ? കോൺസെൻട്രേഷൻ ഇല്ലാതെ പറ്റുമോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെയോ ബിയോണ്ട് ദ കറന്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളൊന്ന് മുന്നോട്ട് പോകൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ എല്ലായ്പ്പോഴും പറയും കറന്റ് എനർജിയിൽ ഇരിക്കണം, കറന്റ് എനർജി ആണെന്നല്ല, പിന്നീട് മുൻപ് വന്നിട്ടുള്ളതിനെയൊക്കെ കളയണം, പിന്നെ ഫ്യൂച്ചറിലേക്ക് വരുന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട എന്നൊക്കെ. പക്ഷേ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ വരുന്നതിനെ കുറിച്ച് കൂടി കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായോ? ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചെങ്കിൽ മാത്രമേ നാളെ അത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ എനർജിയിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് വ്യതിചലിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്ന ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.